അങ്ങനെ വ്യവസായ മേഖലയിൽ നമ്മളിപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ബജറ്റിനോട് പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ വയ്ക്കുമ്പോൾ തന്നെ ഓരോ തവണ ബജറ്റ് വരുമ്പോഴും നമ്മൾ ആ മേഖലയിൽ കേന്ദ്ര സംവിധാനത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കിട്ടാൻ കഴിയും. ഇപ്പോൾ MSME ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അതിൽ സാധ്യതകൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആരായും. എന്നാൽ പൊതുവെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഘട്ടങ്ങളിൽ ലഭിക്കേണ്ട രൂപത്തിൽ ന്യായമായി ലഭിക്കേണ്ട സാമ്പത്തികമായ പിന്തുണയോ ബജറ്റിൻ്റെതായ പ്രഖ്യാപനങ്ങളോ ഇല്ലാതായിപ്പോയി. ഇപ്പോൾ എയിംസ് നോക്കിക്കഴിഞ്ഞാൽ എയിംസ് നമ്മൾ സ്ഥലം എടുത്ത് കൊടുത്തിട്ട് കുറച്ചാലേ നല്ല ഡിമാൻഡുള്ള സ്ഥലമായിരുന്നു. കിനാലൂർ നമ്മുടെ വ്യവസായത്തിന് വേണ്ടി ഏറ്റെടുത്ത സ്ഥലമാണ്. എന്നാൽ എയിംസ് ഇപ്പോൾ ലഭിക്കും എന്ന പ്രതീക്ഷ നൽകിയപ്പോൾ ഉടൻ തന്നെ വ്യവസായ വകുപ്പ് ക്യാബിനറ്റ് തീരുമാനപ്രകാരം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനം മന്ത്രിസഭ അംഗീകരിച്ചു. അതിവേഗത്തിൽ തന്നെ സ്ഥലം ഉൾപ്പെടെ കൈമാറി. എന്നിട്ട് ഇപ്പോൾ 2 കൊല്ലത്തിലധികം കഴിഞ്ഞു. അതിൽ ക്ലാരിഫിക്കേഷൻ ജോർജ് കുര്യൻ ഇന്നലെ പറഞ്ഞത് നടപടികൾ പൂർത്തിയാകുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും രേഖകളൊന്നും കൈമാറിയിട്ടില്ലെന്ന് ജോർജ് കുര്യൻ പറയുന്നു. അതേപോലെ ആലപ്പുഴ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് സുരേഷ് ഗോപി 2015 മുതൽ ആവശ്യപ്പെട്ടിട്ടും അത് ഉൾപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. അത് ഉൾപ്പെടുത്തുകയാണെങ്കിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപി ഇതിനു വേണ്ടി പ്രയത്നിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. 2015 മുതൽ എങ്ങനെ അദ്ദേഹം ആവശ്യപ്പെടും? മന്ത്രി, കിഫ്ബി പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന റോഡുകളിൽ ടോള് പിരിക്കാനുള്ള ഒരു തീരുമാനം മന്ത്രിസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായിട്ട് വാർത്തകളുണ്ട്. മന്ത്രിസഭയുടെ കുറിപ്പുകളെല്ലാം പുറത്ത് തീരുമാനമെടുത്ത് അറിയിക്കുമല്ലോ നിങ്ങളെ. ഒരു കാര്യം പക്ഷേ പൊതുവെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന കേസുകൾ ഉൾപ്പെടെ ഇവർ പറയുന്നത് കിഫ്ബി എടുക്കുന്ന വായ്പയ്ക്ക് തിരിച്ചടവുണ്ടാകുന്നില്ല, അതുകൊണ്ട് നിങ്ങളിനി വായ്പ എടുക്കാൻ അനുവദിക്കില്ല എന്ന ഒരു സമീപനം യൂണിയൻ ഗവൺമെൻറ് തുടർച്ചയായി സ്വീകരിക്കുന്നുണ്ട്. തിരിച്ച് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗമെങ്കിൽ ലഭിക്കുന്ന പദ്ധതികൾക്ക് ബോറോയിങ് ലിമിറ്റിൻ്റെ അതിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുള്ളൂ എന്ന സമീപനം ഉൾപ്പെടെ സ്വീകരിക്കുന്നത് വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ചില പ്രതിസന്ധികൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഒടുവിലെ തീരുമാനങ്ങളൊന്നും മന്ത്രിസഭ എടുത്തായിട്ട് അറിയില്ല. എന്തായാലും ഇങ്ങനൊരു പ്രതിസന്ധി നമ്മൾ കിഫ്ബി വഴി വായ്പ എടുത്ത് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് തടസ്സമായി നിൽക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം. ടോൾ പിരിക്കാനുള്ള മന്ത്രിസഭ തീരുമാനത്തിന് അറിയിപ്പുകളായിട്ട് വരില്ലേ?